Hi all, in this video we are going to discuss fundamental rights. So last class we introduction to fundamental right and its features discuss ചെയ്തിട്ടുണ്ട്. Constitution part 3 article 12 to 35 ആണ് fundamental right describe ചെയ്യുന്നത്. The concept of fundamental right is borrowed from Constitution of USA. USAയുടെ Bill of Rights നിന്നാണ് fundamental right എന്ന കോൺസെപ്റ്റ് ടേക്ക് ചെയ്തിരിക്കുന്നത്. It is known as Magna Carta of India. Originally, there were 7 fundamental rights: right to equality, right to freedom, right against exploitation, right to freedom of religion, cultural and educational rights, right to property, right to constitutional remedies. Article 31 is now deleted according to 44th Amendment Act of 1978. Now it is a legal right under Article 300A. So at present there are only 6 fundamental rights. So we ഈ fundamental rights detail ആയിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. So first fundamental right is a right to equality from Article 14 to 18. Right to equality means എന്താണ്? സമത്വത്തിനുള്ള അവകാശം. All are equal. The first one is Article 14. Equality before law and equal protection of law. Equality before law means we all are equal in front of law. നിയമത്തിന് മുന്നിൽ നമ്മൾ എല്ലാവരും തുല്യരാണ്. Then equal protection of law, all are equally protected from law. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരും, എല്ലാവർക്കും ഒരേപോലെ പ്രൊട്ടക്ഷനും ലഭിക്കുന്നു. അതാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. Equality before law is taken from British origin. BB, before and Britain. Equal protection of law is taken from American Constitution. So നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞാലും ഈ ആർട്ടിക്കിളിന് certain exceptions ഉണ്ട്. നമുക്കറിയാം നമ്മുടെ പ്രസിഡന്റ്, then governors, അവരൊക്കെ എന്താണ്? They are not questionable to any court of law within the terms of his office. അവര് അധികാര പരിധിയുള്ള സമയത്ത് അവരെന്താണ്? Are not answerable to any court. ഇതാണ് ഈ ആർട്ടിക്കിൾ 14ന്റെ എക്സെപ്ഷൻ. പ്രസിഡന്റ്, then governors, then UN members, MPs, MLA, അവരൊക്കെ എന്താണ്? They are accepted from this article. Next, Article 15. State can't discriminate any citizen on grounds only of religion, race, caste, sex and place of birth. റിലീജിയന്റെയോ റേസിന്റെയോ കാസ്റ്റിന്റെയോ സെക്സിന്റെയോ അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ബർത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുള്ള വേർതിരിവും പാടില്ല. എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണണം. ആർട്ടിക്കിൾ 15നും certain exceptions ഉണ്ട്. State can make some provision to women and child. സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സ്റ്റേറ്റിന് certain provisions കൊടുക്കാം. If women get some provision, men can't go to court. എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് ഇതിന്റെ വിവേചനമാണെന്ന് പറഞ്ഞിട്ട് ആർട്ടിക്കിൾ 15ന്റെ വിവേചനമാണെന്ന് പറഞ്ഞിട്ട് മെന്നിന് പോകാൻ പറ്റില്ല. അതെന്താണ്? സ്റ്റേറ്റ് കൊടുക്കുന്ന certain provision ആണ്. അത് ഈ ആർട്ടിക്കിൾ 15ന്റെ എക്സെപ്ഷൻ ആണ്. അതേപോലെ എക്കണോമിക്കലി then socially backward group of peoplesന് ഗവൺമെന്റ് certain provisions കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം certain quotas, SC, ST, OBC കോട്ട, അതൊക്കെ എന്താണ്? ആ വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന certain provisions ആണ്. ഇതൊക്കെ എന്താണ്? ആർട്ടിക്കിൾ 15ന്റെ എക്സെപ്ഷൻ ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 16. It talks about
equality of opportunity for all citizens in matters of employment or appointment to any office under the state. സ്റ്റേറ്റിന് കീഴിലുള്ള ഓഫീസുകളിലുള്ള എംപ്ലോയ്മെന്റിന്റെ കുറിച്ചാണ് ആർട്ടിക്കിൾ 16 പറയുന്നത്. അതായത് ആർട്ടിക്കിൾ 16 പ്രകാരം എല്ലാവർക്കും പബ്ലിക് എംപ്ലോയ്മെന്റിന്റെ കേസിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണം. ഇതിന്റെ കേസിലും certain exceptions ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യലി അല്ലെങ്കിൽ ബാക്ക്വേർഡ് പീപ്പിൾസിന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് certain പ്രൊവിഷൻസ് ഗവൺമെന്റിന് കൊടുക്കാം. കോട്ടാസ് പ്രൊവൈഡ് ചെയ്യാം, ദെൻ റിസർവേഷൻസ് പ്രൊവൈഡ് ചെയ്യാം എംപ്ലോയ്മെന്റിന്റെ കേസിൽ. അതൊക്കെ ഇതിന്റെ എക്സെപ്ഷൻസ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത്ര പെർസെന്റേജ് OBC റിസർവേഷൻ, ഇത്ര പെർസെന്റേജ് SC, ഇത്ര പെർസെന്റേജ് ST. അതൊക്കെ എന്താണ്, ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ഉന്നമനത്തിന് വേണ്ടി certain പ്രൊവിഷൻസ് ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതേപോലെ എന്താണ്, if there is a Hindu temple, it is under the control of government. If there is a clerk post vacant, government can appoint a Hindu clerk. So state can discriminate in that thing. അങ്ങനത്തെ കേസിലൊക്കെ എന്താണ് സ്റ്റേറ്റിന് വിവേചനം കാണിക്കാം. ഇതൊക്കെ ആർട്ടിക്കിൾ 16ന്റെ എക്സെപ്ഷൻ ആണ്. Next one is Article 17. It talks about untouchability. It is very, very important. It is an absolute fundamental right. Abolition of untouchability is strictly prohibited. എന്ത് കേസ് ആയാലും എന്താണ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് ആണ്. പ്രൈവറ്റ് സെക്ടർ ആയാലും പബ്ലിക് സെക്ടർ ആണെങ്കിലും അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. അതിൽ എന്തെങ്കിലും വയലേഷൻസ് ഉണ്ടായാൽ സ്റ്റേറ്റിന് നെസസറി ആക്ഷൻസ് ടേക്ക് ചെയ്യാം. ഇതാണ് ആർട്ടിക്കിൾ 17. നെക്സ്റ്റ് ആർട്ടിക്കിൾ 18. ഇറ്റ് ടോക്സ് അബൌട്ട് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. അപ്പൊ മുന്നേ എന്താണ് രാജ, രാജാജി, രാജ എന്നൊക്കെ പറഞ്ഞ കുറെ ടൈറ്റിൽസ് ഉണ്ടായിരുന്നു. അതൊക്കെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. എന്നിരുന്നാലും ഇതിനും എന്താണ് certain exceptions ഉണ്ട്. മിലിറ്ററി ടൈറ്റിൽസ്, കേണൽ, ലെഫ്റ്റനന്റ് കേണൽ, അതൊക്കെ എന്താണ് അലൗഡ് ആണ്. അതേപോലെ അക്കാദമിക് മെറിറ്റിന് കിട്ടുന്ന ഡോക്ടറേറ്റ്സ്, ദെൻ ഓണേഴ്സിന് കിട്ടുന്ന പത്മശ്രീ, പത്മവിഭൂഷൺ, ഇതൊക്കെ എന്താണ് ഓക്കെ ആണ്, അക്സെപ്റ്റബിൾ ആണ്. അപ്പൊ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് പ്രകാരം ഏതെങ്കിലും ഇന്ത്യൻ സിറ്റിസൺ ഫോറിൻ സ്റ്റേറ്റിൽ നിന്ന് എന്തെങ്കിലും ടൈറ്റിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. അതേപോലെ ഒരു ഫോറിനർ ആയാലും ഇന്ത്യൻ സിറ്റിസൺ ആയാലും ഫോറിൻ സ്റ്റേറ്റിൽ നിന്ന് ടൈറ്റിൽസ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. With the consent of president, we can take honors from foreign state. പ്രസിഡന്റിന്റെ കൺസെന്റ് ഉണ്ടെങ്കിൽ ഫോറിനർ ആയാലും ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിലും ടൈറ്റില് അക്സെപ്റ്റ് ചെയ്യാം. എത്രയാണ് ടൈറ്റിലിൽ പറയുന്നത്? ഇക്വാലിറ്റി ബിഫോർ ലോ, അതിന്റെ ബ്രീഫ് ആണ്. ആർട്ടിക്കിൾ 14 പറയുന്നത് എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരും ഈക്വൽ പ്രൊട്ടക്ഷനും ലഭിക്കുന്നു. ആർട്ടിക്കിൾ 15 പറയുന്നത് ഒന്നിന്റെ അടിസ്ഥാനത്തിലും റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വേർതിരിവും പാടില്ല. നെക്സ്റ്റ് പറയുന്നത് പബ്ലിക് എംപ്ലോയ്മെന്റിന് എല്ലാവർക്കും ഒരേപോലെ പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ടൈറ്റിൽസ് അബോളിഷ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ് ഈസ് റൈറ്റ് ടു ഫ്രീഡം is from Article 19 to 22. Article 19 provides 6 freedoms. Freedom of speech and expression means we have the freedom of speech. We can express either orally or written. നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതിലാണ് റൈറ്റ് ടു ടെലികാസ്റ്റ്, പ്രസ്, ഇതൊക്കെ വരുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിലാണ്. നെക്സ്റ്റ് ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്. അതായത് ഓൺ പബ്ലിക് ലാൻഡ് വി ക്യാൻ അസംബിൾ പീസ്ഫുള്ളി.
അതായത് റെയിൽവേസ് അല്ലെങ്കിൽ റോഡ്സ്, അവിടെ എന്താണ് നമുക്ക് അസംബിൾ ചെയ്യാം വിത്തൗട്ട് ആംസ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിനും എന്താണ് എക്സെപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മജിസ്ട്രേറ്റ് IPC സെക്ഷൻ 144 പ്രകാരം 3-ൽ കൂടുതൽ ആളുകൾ കൂടുന്നത് നിരോധിച്ചു എന്നൊക്കെ. എന്താണ് ഇതിന്റെ ഒരു എക്സെപ്ഷൻ ആണ്. നെക്സ്റ്റ്, ഫ്രീഡം ടു ഫോം അസോസിയേഷൻ ഓർ യൂണിയൻസ്. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസ്, ദെൻ ഓർഗനൈസേഷൻ, അവർക്കൊക്കെ ട്രേഡ് യൂണിയൻസ് അല്ലെങ്കിൽ അസോസിയേഷൻസ് ഫോം ചെയ്യാം. Next one is freedom to move freely throughout Indian territory. You can move anywhere. It is not an absolute right. ഇതിനും എന്താണ് certain exceptions ഉണ്ട്. നമുക്കറിയാം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, അവിടെ എന്താണ് certain scheduled tribe areas ഉണ്ട്. ആ ഏരിയാസിൽ we can't enter. It will alter the culture. അപ്പം ആൻഡമാൻ നിക്കോബാറിലുള്ള ചില ട്രൈബൽ ഏരിയാസിൽ നമ്മൾക്ക് പോകാൻ പറ്റില്ല. അത് ഇതിന്റെ എക്സെപ്ഷൻ ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഫ്രീഡം ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്ത് റിസൈഡ് ചെയ്യാൻ, താമസിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. ഇതിനും എന്താണ് സർട്ടൻ റെസ്ട്രിക്ഷൻ ഉണ്ട്. മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ പോലെയുള്ള അവിടെയുള്ള ട്രൈബൽ ഏരിയാസിൽ നമുക്ക് റിസൈഡ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ ഈസ് യു ക്യാൻ പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഇൻ ദ യൂണിയൻ ഓഫ് ഇന്ത്യ. ഇതിൽ എവിടെയും ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ സ്വീകരിക്കുക. അതാണ് ഇത്രയാണ് ആർട്ടിക്കിൾ 19 പറഞ്ഞിരിക്കുന്നത്. ഇത് ഓർത്ത് വെക്കാൻ, let us assume നമ്മൾ ഒരു ജോബിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നു. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ട്രൈ ചെയ്യുന്നു. അപ്പൊ എന്താണ്, കൂട്ടത്തിൽ ഒരാൾ ഫസ്റ്റ് എന്താണ് അഭിപ്രായം പറയണം. അതാണ് സോ ഫസ്റ്റ് വൺ ഈസ് സ്പീച്ച്. പിന്നീട് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടണം, ദാറ്റ് ഈസ് അസംബിൾ. മൂന്നാമത് നമ്മൾ ഒരു അസോസിയേഷൻ ആകണം. കൂടി ചേർന്നാലല്ലേ നമ്മൾ ഒരു അസോസിയേഷൻ ഫോം ചെയ്യും. അങ്ങനെ നമ്മൾ അസോസിയേറ്റ് ചെയ്തു. പിന്നീട് നമ്മളെല്ലാവരും ജോബ് തേടി വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു, ട്രാവൽ ചെയ്യുന്നു. അവിടെ പോയാൽ എന്താണ്, അവിടെ റൂം എടുത്ത് സെറ്റിൽ ചെയ്യണം. അതാണ് റിസൈഡ് ആൻഡ് സെറ്റിൽ. പിന്നീട് എന്താണ്, നമ്മൾ ജോബ് തേടണം, പ്രൊഫഷൻ, ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ അന്വേഷിക്കണം. ആ ഓർഡറിൽ ഓർക്കാം. ആദ്യം ഒരാള് ആശയം പറയണം, പിന്നീട് എല്ലാവരും അസംബിൾ ചെയ്ത് അസോസിയേഷൻ ആകുന്നു, ദെൻ ട്രാവൽ ചെയ്യുന്നു, ദെൻ അവിടെ പോയി സെറ്റിൽ ആകുന്നു, ദെൻ പ്രൊഫഷൻ സെർച്ച് ചെയ്യുന്നു. ആ വിധത്തിൽ നിങ്ങൾക്ക് ഈ 6 കാര്യങ്ങൾ ഓർത്തു വെക്കാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് ആർട്ടിക്കിൾ 20. Article 20 talking about accused person or convicted person. കുറ്റം ചെയ്ത ആള് അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെട്ട ആൾക്ക് ഉള്ള പ്രൊട്ടക്ഷനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. It contains 3 provisions: no ex post facto law, no double jeopardy and no self-incrimination. എന്താണ് no ex post facto law എന്ന് പറഞ്ഞാല്, മുൻകാല പ്രാബല്യത്തോടെ ഒരാളെ ശിക്ഷിക്കാൻ പാടില്ല. For example, assume in 2012 in India, killing someone is legal practice. If a person kills someone in 2012, 2012 ഒരു എക്സ് എന്ന് പറയുന്ന ഒരാൾ എന്താണ്, ഒരാളെ കൊന്നു. ബട്ട് ആ സമയത്തിൽ എന്താണ്, കൊല്ലുന്നത് കുറ്റമല്ല, സോ അയാൾക്ക് ശിക്ഷയൊന്നും കിട്ടിയില്ല. ബട്ട് ഇൻ 2015 they have passed a law killing someone is illegal. ഒരാളെ കൊല്ലുന്നത് കുറ്റകരമാണെന്ന് 2015 നിയമം വന്നു. അപ്പൊ പറയാൻ പറ്റില്ല 2012 എക്സ് എന്ന് പറയുന്ന ആള് ഒരാളെ കൊന്നല്ലോ, അയാൾക്ക് ഈ നിയമം പ്രകാരം 2015 നിയമം പ്രകാരം ശിക്ഷ കൊടുക്കണമെന്ന് പറയാൻ പറ്റില്ല. അതായത് മുൻകാല പ്രാബല്യത്തോടെ നിയമം നടപ്പാക്കാൻ പറ്റില്ല. അതാണ് നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ. നെക്സ്റ്റ് വൺ ഈസ് നോ ഡബിൾ ജിയോപാർഡി. ഒരു കുറ്റത്തിന് ഒന്നിൽ കൂടുതൽ ശിക്ഷിക്കാൻ പാടില്ല.
അതായത് if a person X did a rape, robbery, then murdering, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു. അതിൽ ഏറ്റവും വലിയതിന് ഏതാണോ ശിക്ഷ അതാണ് കൊടുക്കേണ്ടത്. ഹയസ്റ്റ് പണിഷ്മെന്റ് whatever it is, it will take. ഹാങ്ങിങ് ആണ് ഏറ്റവും ഹയസ്റ്റ് എങ്കിൽ അത് കൊടുക്കും. അതായത് ഒരു തെറ്റിന് തന്നെ കൂടുതൽ തവണ ശിക്ഷിക്കാൻ പാടില്ല. നെക്സ്റ്റ് വൺ ഇസ് നോ സെൽഫ് ഇൻക്രിമിനേഷൻ. ഒരാളെ അയാൾക്കെതിരെ തന്നെ സാക്ഷി പറയാൻ നിർബന്ധിക്കാൻ പാടില്ല. If a person committed a crime, he can be a victim of himself. ആർട്ടിക്കിൾ 20 പറയുന്നത് കൺവിക്റ്റഡ് അല്ലെങ്കിൽ അക്യൂസ്ഡ് പേഴ്സന്റെ പ്രൊട്ടക്ഷനെ കുറിച്ചാണ്. അതിൽ ഈ 3 കാര്യങ്ങളാണ് വരുന്നത്. നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾ 21, പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. No person shall be deprived of his life or personal liberty except according to procedure established by law. ഒരാളുടെ ലൈഫിനോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനോ എതിരായിട്ട് നിയമത്തിൽ അനുശാസിക്കുന്നതല്ലാത്ത വിധത്തില് ഒന്നും ചെയ്യാൻ പാടില്ല. നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഒരാളുടെ ലൈഫിനും പേഴ്സണൽ ലിബർട്ടിക്കും പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യണം. അതായത് ടെററിസ്റ്റ് അല്ലെങ്കിൽ മർഡർ ഒക്കെ ചെയ്താൽ എന്താണ് അയാൾക്ക് ശിക്ഷയായിട്ട് എന്താണ് നമുക്ക് ഹാങ്ങിങ് പണിഷ്മെന്റ് കൊടുക്കാം. അതായത് ലൈഫിനെ എടുക്കുകയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അത് നിയമം അനുശാസിക്കുന്നതാണ്. നിയമം അനുശാസിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, നിയമത്തിനനുസരിച്ച് ഒരാളുടെ ലൈഫിനും ലിബർട്ടിക്കും പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യണം. അതാണ് ആർട്ടിക്കിൾ 21. നെക്സ്റ്റ് ആർട്ടിക്കിൾ 21A, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. State should provide free and compulsory education to all children from 6 to 14 age. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ്. അതാണ് ആർട്ടിക്കിൾ 21A. നെക്സ്റ്റ് ആർട്ടിക്കിൾ 22, പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. അറസ്റ്റിനും തടവിനും എതിരെയുള്ള പ്രൊട്ടക്ഷൻ. The 2 types of detention, punitive detention and preventive detention. Punitive detention means if a person X did a crime, then police arrest him and took in custody. Punishment after crime is known as punitive detention. ഒരാള് ഒരു കുറ്റം ചെയ്തതിനു ശേഷം അയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിനെയാണ് punitive detention എന്ന് പറയുന്നത്. Preventive detention means a person before doing a crime, take him in custody. ഒരാള് കുറ്റം ചെയ്യുന്നതിന് മുന്നേ അയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നതാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ. നിങ്ങൾ കരുതൽ തടങ്കൽ എന്ന് കേട്ടിട്ടുണ്ടാവും. അതാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ. അതായത് ഒരാളെ എന്തെങ്കിലും ക്രൈം ചെയ്യുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റഡിയിൽ എടുക്കുന്നതാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ. പോണിറ്റീവ് എന്ന് പറയുന്നത് ആഫ്റ്റർ ക്രൈം, preventive എന്ന് പറയുന്നത് ബിഫോർ ക്രൈം. punitive detention കേസിൽ certain provisions ഉണ്ട്. If a person was arrested, he should be informed about the grounds in which he has been arrested. എന്തുകൊണ്ടാണ് അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നതിന്റെ റീസൺ അയാളെ ഇൻഫോം ചെയ്യണം. He should be allowed to consult a legal practitioner or lawyer. ഒരു ലോയറെ കൺസൾട്ട് ചെയ്യാനുള്ള പെർമിഷൻ പ്രൊവൈഡ് ചെയ്യണം. He should be produced within 24 hours in front of court. 24 മണിക്കൂറിനുള്ളിൽ അയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ അല്ലെങ്കിൽ കോർട്ടിന് മുന്നിൽ ഹാജരാക്കണം. If the judgment is he is not convicted, he should be released within 24 hours. അപ്പോൾ അയാൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അയാളെ 24 മണിക്കൂറിനുള്ളിൽ റിലീസ് ചെയ്യണം. അതാണ് punitive ഡിറ്റൻഷനിൽ പറയുന്നത്. punitive ഡിറ്റൻഷനിൽ പേഴ്സണ് 4 റൈറ്റ്സ് ആണുള്ളത്. അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന്റെ റീസൺ എന്താണെന്ന് അയാളെ ഇൻഫോം ചെയ്യണം. ഒരു ലോയറിനെ കൺസൾട്ട് ചെയ്യാൻ പെർമിറ്റ് ചെയ്യണം. ദെൻ
24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് ജഡ്ജ്മെന്റ് എങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ റിലീസ് ചെയ്യണം. ഇതാണ് പ്യൂണിറ്റീവ് ഡിറ്റൻഷനിൽ ആ പേഴ്സണ് കിട്ടുന്ന റൈറ്റ്സ്. നെക്സ്റ്റ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ. ഇതിലും പേഴ്സണിന് സർട്ടൻ റൈറ്റ്സ് ഉണ്ട്. ഓൺലി 3 months മാത്രമേ ഡിറ്റൻഷൻ പാടുള്ളൂ. 3 മാസത്തിൽ കൂടുതൽ തടവ് വേണമെങ്കിൽ ഒരു അഡ്വൈസറി ബോഡി, അതായത് ഒരു ജുഡീഷ്യൽ ബോർഡിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം മാത്രമേ 3 മാസത്തിൽ കൂടുതൽ ഈ തടവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ അതേപോലെ എന്താണ്, he should be informed why he has been arrested. എന്തിനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് ഇൻഫോം ചെയ്യണം. നെക്സ്റ്റ്, he should be allowed to consult a lawyer. ഇത്രയാണ് പ്രിവെന്റീവ് ഡിറ്റൻഷന്റെ കേസിൽ പേഴ്സണ് കിട്ടുന്ന റൈറ്റ്സ്. 3 മാസം മാത്രമേ തടവ് പാടുള്ളൂ. 3 മാസത്തിൽ കൂടുതൽ വേണമെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ്, ഒരു അഡ്വൈസറി ബോഡിന്റെ അഡ്വൈസ് വേണം. ദെൻ എന്താണ്, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടെന്ന് ഇൻഫോം ചെയ്യണം. ദെൻ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ലോയേഴ്സിന് കൺസൾട്ട് ചെയ്യാൻ പെർമിറ്റ് ചെയ്യണം. എത്രയാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്? പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. 2 തരത്തിലുള്ള ഡിറ്റൻഷൻ വരുന്നുണ്ട്. അതിലെ പേഴ്സൺസിന് കിട്ടുന്ന റൈറ്റ്സ്. എത്രയാണ് റൈറ്റ് ടു ഫ്രീഡം? Okay, next one is right against exploitation. Is from Article 23 to 24. Article 23 talks about prohibition of traffic in human beings and forced labor. So what is traffic in human being? If you are illegally use a human body, that is traffic in human being. Examples: selling and buying of men, women, children. Then immoral traffic in women and children include prostitution, then slavery, devadasi. ഇതൊക്കെ വരുന്നത് എന്താണ്? ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സിൽ വരുന്നതാണ്. നെക്സ്റ്റ്, പ്രൊഹിബിഷൻ ഓഫ് ഫോഴ്സ്ഡ് ലാബർ ഓർ ലാബർ വിത്തൗട്ട് റെമ്യൂണറേഷൻ. ഒരു ജോലിക്ക് മതിയായ വേതനം നൽകാതിരിക്കുക, അതാണ് ഫോഴ്സ്ഡ് ലാബർ. യു ആർ ആസ്കിംഗ് എ പേഴ്സൺ ടു ഡു എ വർക്ക്, യു ആർ നോട്ട് ഗിവിംഗ് ദാറ്റ് മച്ച് റെമ്യൂണറേഷൻ ഈക്വൽ ടു ദാറ്റ് വർക്ക്. That is known as forced labor. ആർട്ടിക്കിൾ 23 പ്രകാരം ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്ങും അതേപോലെ ഫോഴ്സ്ഡ് ലേബറും പ്രൊഹിബിറ്റഡ് ആണ്. ഇങ്ങനെയാണെങ്കിലും സ്റ്റേറ്റ് ക്യാൻ ഇമ്പോസ് എ ലോ ടു ഡു സം ഡ്യൂട്ടി വിത്തൗട്ട് എനി പേ. അതായത് സം സോഷ്യൽ വർക്കൊക്കെ വിത്തൗട്ട് പേയ്മെന്റ് പ്രകാരം ചെയ്യണം. നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ചില ഡ്യൂട്ടീസ് ഉണ്ട്. അത് ഇതിന്റെ എക്സെപ്ഷൻ ആണ്. Next, Article 24, it talks about prohibition of employment of children in factories, etc. അതായത് 14 വയസ്സ് താഴെയുള്ള കുട്ടികളെ കൊണ്ട് അസാഡസ് എംപ്ലോയ്മെന്റിൽ, അസാഡസ് തിങ്സ്, അസാഡസ് ആക്ടിവിറ്റീസ്, അതായത് റോഡ് വർക്ക്, ദെൻ റെയിൽവേ വർക്ക്, അങ്ങനത്തെ കഠിനമായ ജോലികളൊന്നും ചെയ്യിക്കാൻ പാടില്ല. ഹസാഡസ് എൻവിയോൺമെന്റില് 14 വയസ്സ് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിക്കാൻ പാടില്ല. അതാണ് ആർട്ടിക്കിൾ 24. എത്രയാണ് റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള റൈറ്റ്, അവകാശം. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. റൈറ്റ് ടു ഇക്വാലിറ്റി, then right to freedom, then right against exploitation. Thank you all.